ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. അധികമൊന്നും പറയാതെ തുടങ്ങാൻ നമ്മൾ ഒരു സീഡ് കളിക്കാണ്. മൈൻക്രാഫ്റ്റ് പാച്ചഡ് എഡിഷൻ്റെ ഗെയിം പ്ലേ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സെയിം സീഡ് വെച്ചാണ് നമ്മൾ ഇന്നും കളിക്കുന്നത്, ആ വില്ലേജിൻ്റെ സീഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കളി തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഉണ്ട് ശരി ഫുഡാകട്ടെ. അതിനൊക്കെ ഫുഡാകുന്നല്ല, ഇത് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ തോന്നുന്നു. ഈ വുഡുണ്ടെങ്കിൽ പറ്റിയെന്നാ തോന്നുന്നത്. ഈ വുഡുണ്ടെങ്കിൽ മിക്കവാറും ഒരു സ്റ്റാക്ക് നമുക്ക് നിറയെ ദിവസത്തേക്കുള്ള ഫുഡാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ല. അതിനൊരൊറ്റ വഴികളുണ്ട്. ഇതിൽ കൂടി ചാടി കയറുക, ഇത് മൈൻഡ് ചെയ്യുക. ഇങ്ങനെ മൈൻഡ് ചെയ്യുക, അയ്യോ വീണ്ടും ഉറപ്പിയ കാരായത് ഇവിടെ ചുമ്മാ വന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നു. ആർക്കൊരു മര്യാദയില്ല. ഉണ്ട് കേൾക്കത്തില്ല, ഇവന്മാർക്കൊരു അനുസരണയില്ല. സമ്മതിക്കണം. നമുക്ക് ആ പൂ തിരിച്ചോട്ട് വെച്ചേക്കാം. ചിലപ്പോൾ അയങ്കോളം എണ്ണത്തിൻ്റെ പണിയായിരുന്നു. എന്താണെന്നാ അറിയത്തില്ല ചെയ്യാൻ നേരം. നമുക്ക് തൽക്കാലത്തിന് ഒരു 2 മരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനഫ്ലോക്കിട്ടുണ്ട്. നമുക്ക് വില്ലേജിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് അടിച്ച് പറ്റാം. അതാ നല്ലത്. മൈൻജി നമുക്കിനി ബ്രെഡിന് ക്ഷാമമില്ല. ബ്രെഡ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കിട്ടും. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ പിന്നെ ബ്രെഡിൽ ലക്ഷപ്രഭുവാണ്. ഇവിടുത്തെ എല്ലാ ബെഡും എല്ലാ ജോലിയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രെഡിൽ ലക്ഷപ്രഭു ശരിക്കലും ആട്ടോ. ഈ വില്ലേജർമാരുടെ അതങ്ങനെയാണത്. അവന്മാരുടെ വീട്ടിലത്തെ മൊത്തം ബെഡ് അടിച്ച് പറ്റിയാൽ നോക്കി സുഖമായിട്ട് മൾട്ടിപ്ലെയർ കളിക്കുക. അവിടെ ചില വില്ലേജിലൊക്കെ നിറയെ ബെഡൊക്കെ സ്പൂണായിട്ട് നമുക്ക് നിറയെ സാധനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ മൊത്തം ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. 99+ ലൈറ്റൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ PC-യിലല്ല കളിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ യൂട്യൂബ് കളിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ യൂട്യൂബിൽ നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തെറ്റിപ്പോവാ. അതുകൊണ്ട് നമുക്കിതൊന്നും നീക്കി വെക്കാം. അതുകൊണ്ട് ഇത് ഈ പശുക്കളുടെ സൗണ്ട് ഉണ്ടല്ലോ, ഈ വെറൈറ്റി സൗണ്ടാണ്. അതുകൊണ്ട് ഒരു സ്റ്റാക്ക് മുകളിൽ വെച്ചേക്കാം. കറക്റ്റ് 14 കയ്യിരിക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏകദേശം നമുക്ക് മൊത്തം ഹോയം കൂടി ചേർത്തിട്ട് വേണ്ടത് 16 എണ്ണം. ഇത്രയും വേണമെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഒരു 2 പിക്കാക്സ് ഒരു ഇത് ആണെങ്കിൽ ഒരു ശവലും കൂടി ഉണ്ടാക്കിയേക്കാം. നമ്മൾ റിച്ചാ പക്ഷെ നമ്മൾ ഇതുകൊണ്ട് ഈ ശവലങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മുടെ ആക്സ് എടുത്തിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കുക. വില്ലേജിലത്തെ നമ്മുടെ ബെഡും പൊട്ടിക്കുക. ബ്രെഡ് അവിടെ ബെഡ് ഇതന്നെ ലാഭമുണ്ടോ എൻ്റെ മൈൻക്രാഫ്റ്റ്? എത്ര നേരം അടിച്ചാലും ഇത് അടയ്ക്കില്ല, അല്ല തുറക്കത്തില്ല. ഇതിനൊന്നും ഒരു അനുസരണയില്ല. അതുകൊണ്ട് നമുക്കിത് മതിയാ. ഇതിനൊന്നും എടുക്കുന്നതിന് എല്ലാം പൊട്ടിച്ചെടുക്കട്ടെ. എല്ലാം അങ്ങ് കൈ വരട്ടെ. ഇതിൽ ബ്ലാക്ക് സ്മിത്ത് ഇല്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. ഒരു ബ്രെഡ് ഉണ്ടാക്കാം. ഒരെണ്ണം എങ്കിൽ ഒരെണ്ണം നല്ല കാര്യമില്ല, പ്രോഫിറ്റാണ്. ഒരെണ്ണം എങ്കിൽ ഒരെണ്ണം പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വരാം. ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 44 മിനിറ്റായി വീഡിയോ. നമ്മളെ കഴിഞ്ഞ സീരീസൊക്കെ നമ്മൾ ലോങ് ആയി, സോറി ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇനി തൊട്ട് മെയിൻ്റെനൻസ് ചെയ്ത്
ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. നമുക്ക് മൊത്തം സ്റ്റോൺ ടൂൾസ് ആക്കണം. ഇപ്പോൾ ഏകദേശം നമുക്ക് 20 സ്റ്റോൺ വേണം. നമുക്ക് 20 സ്റ്റോൺ ആക്കിയിട്ടേക്കാം. നമുക്ക് താഴോട്ട് പോകുമ്പോൾ നിറയെ സ്റ്റോൺ കിട്ടും. എത്ര താഴോട്ടേക്ക് പോകുന്നോ അത്രയും സ്റ്റോൺ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അയോറായിട്ടാണ് കിട്ടുന്നത് കൂടുതൽ. അതുകൊണ്ട് ഗ്രാനൈറ്റ് തന്നെ ഈ ലെവലിൽ തന്നെ കിട്ടി. ഏകദേശം കൊണ്ട് ഇപ്പം തന്നെ എനിക്ക് 14 കണ്ടോ. എന്നിട്ട് 15, 16, 17, 18, 19, 20 ഇത്രയും കളക്ട് ചെയ്തിട്ട് ഒരു ഫർണസും കൂടി ചേർത്താണ് എല്ലാവരും കാൽക്കുലേഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ 11 മതി. അപ്പോൾ നമ്മുടെ പാച്ചിൽ ഇവിടെ നിന്ന് ബേസ് ചെയ്തത് ഈ പ്രാവശ്യം വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഈ മലയുടെ മുകളിൽ സ്റ്റാർട്ടർ ബേസ് മാത്രം. ഇവിടെ ബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതുകൊണ്ട് അങ്ങോട്ടേക്ക് ഐലൻഡ് നീട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു ചെസ്റ്റെങ്കിൽ ഒരു ചെസ്റ്റ് ആ ചെസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാം. ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാം. എന്നിട്ട് കൊണ്ട് 8 സ്റ്റിക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ചെസ്റ്റിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത റിസോഴ്സസ് എല്ലാം വെച്ചേക്കാം. ഇതാവശ്യമുണ്ട്, ഇതാവശ്യമില്ല, ഇതാവശ്യമുണ്ട്, ഇതിരിക്കട്ടെ. എത്ര സാധനങ്ങൾ മതി ഇതിൽ നമ്മുടെ. അയ്യോ, മഞ്ചി നമുക്ക് അയൻകുളത്തിന് തന്നെ ഏകദേശം 5 അയൺ കിട്ടും. 5 റെയറായിട്ട് കിട്ടത്തുള്ളൂ. മിക്കവാറും 3 ആയിരിക്കും. പക്ഷെ പാച്ച് കളിച്ച ഗെയിം പ്ലേ കണ്ടവർക്ക് അറിയായിരിക്കും എനിക്ക് നല്ല ലക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 5 അയൺ കിട്ടിയായിരുന്നു പാച്ച് ഗെയിം പ്ലേയിൽ. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ ഉണ്ടാവും 2 പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. റിച്ചല്ലേ ഇപ്പം, ഓൾവേസ് റിച്ചാണ് നമ്മളൊക്കെ. അയ്യോ, നമ്മൾ പാവാ. നമുക്ക് നമ്മുടെ പഴയ പിക്കാക്സ് എടുത്തുകൊണ്ട് പോവുക. നമുക്ക് 2 സ്റ്റോണും കൂടി വേണം. ഞാൻ 22 കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെന്തിനാ വെറുതെ ഇച്ചിരി കൂടുതൽ കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് കളക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് തൽക്കാലത്തിന് ഇവിടുത്തെ തന്നെ കളക്ട് ചെയ്യും. നമ്മൾ ഈ കേവിലാണ് നമ്മുടെ മൈനിങ് ഏരിയ. ആ കേവ് മൊത്തം ലൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അയൺ ഫോം വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കണം. അത് നമ്മൾ എന്തായാലും ഉണ്ടാക്കത്തില്ല. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. 8 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഷോർട്ടാക്കി ഇടാം. സീനൊന്നുമില്ല, വേറെ സീനില്ല, ഒരു സീനുമില്ല. എത്ര പതുക്കി ഇടുന്നോ അത്രയും വ്യൂവേഴ്സ് കൂടും. അതുകൊണ്ടേ അപ്പോൾ ആദ്യത്തെ നൈറ്റ് സ്ലീപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ മൊത്തം ഒരു ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ബെഡൊക്കെ വേണം. നമുക്ക് ആ ബെഡ് ഇപ്പോൾ ഒപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ ഇപ്പോൾ ബെഡ് ഒപ്പിക്കാം. ഇതെന്നാ രാത്രിയാവത്തില്ലേ? എന്നാൽ ഈ സമയത്ത് നമുക്ക് അവന്മാരുടെ വീട്ടിൽ പോയി ഇപ്പം തന്നെ അടിച്ചു കൂട്ടിക്കൊണ്ടുവരാം. ഇനി പ്രത്യേകിച്ച് നാളെ രാവിലെ പോവുക. ഇവന്മാരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാട്ടോ. ഇവന്മാരുടെ വീട്ടിൽ 2 ബെഡുണ്ട്. തൽക്കാലത്തിന് നമുക്ക് ഇവിടെ തന്നെ ഇന്ന് കടന്നുറങ്ങാം. ഈ സമയത്ത് രാത്രി ആയാലും മോശം വന്നിട്ട് എന്നെ തല്ലിക്കൊല്ലും. നമുക്ക് ഡബിൾ ചെസ്റ്റ് ആയിരുന്നത്തേക്ക് ഇവിടെ വന്നാൽ മതി. നമുക്ക് ഡബിൾ ചെസ്റ്റായി. അങ്ങനെ ചെസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ ഒടുക്കത്തെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് മൈൻഡാക്കണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് കണ്ടോ ഇപ്പം തന്നെ കണ്ടോ 2 ഡബിൾ ചെസ്റ്റായിട്ടുണ്ട്. ഏതാല്ലേ വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും ലാഭമാണ്. നമുക്ക് ഈ ഫർണസ് ഒന്ന് പൊട്ടിക്കേണ്ടി വരും. അത് സീനില്ല. അത് നമ്മളെ കയ്യിൽ വെച്ച് പൊട്ടിക്കണം. എൻ്റെ സ്റ്റോണിൻ്റെ ഉണ്ടല്ലേ, ഞാൻ അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇതങ്ങ് മൈൻഡ് ചെയ്യുക. ചെസ്റ്റ് ഇവിടെ വെക്കുക. എന്നിട്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ ആവശ്യമില്ലാത്തതായ സാധനങ്ങളൊക്കെ എടുത്ത് കട്ടേക്ക് വെക്കുക.
വേറെ ജലദോഷം കാര്യമുണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ചെറിയൊരു ഫാർം സെറ്റ് ചെയ്യണം. നമ്മൾ റിവർ സൈഡ് ഫാർം സെറ്റ് ചെയ്യണം. അല്ലാതെ ഈ ഞായംകുളത്തിനെ കൊല്ലാനൊന്നും നടക്കത്തില്ല എന്നെ കൊണ്ട്. എനിക്ക് ഒന്നാമതേ വയ്യ. ആ സമയത്ത് കൊണ്ട് അവനെ അടിച്ച് അവനെന്നെ അടിയാക്കും. അയ്യോ, അവൻ്റെ വീട്ടിൽ നിന്ന് അത് കളത്തില്ല. ഞാൻ പൊട്ടനാ പെട്ടെന്ന് പോട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരു ഡേർട്ട്, ഇവിടെ ഓടി നമുക്ക് ഫർണസും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനും കൂടി ചേർത്ത് നമുക്ക് ഇവന്മാരുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ലോഗ് അടിച്ചു മാറ്റാം. ഞാൻ എപ്പോഴും വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടൈപ്പ് ലോഗ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡേർട്ടായി. പിന്നെ ഇവന്മാരുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബെഡ് കിട്ടും. ഉണ്ടാവും. അതാ എൻ്റെ മൈൻക്രാഫ്റ്റ് പക്കാലായി. ഉണ്ട് ഈ ബെഡ് പൊട്ടിച്ചേക്കാം. അത് റീഫോൺ നമ്മുടെ ബെഡ് കൊണ്ട് സെറ്റ് ചെയ്യാം. ഓടിക്കോ എൻ്റെ മോനെ ഓടിക്കോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാം. വീട് സൗണ്ട്സാണ് അമ്മയ്ക്കോ മോചാങ്കൊക്കെ ഇത് എങ്ങനെയാ കളിക്കാനാണോ എന്ന് ഞാൻ കേട്ടപ്പോൾ തന്നെ ഒന്നാമത് നെട്ടിപ്പോയി. അത് വേറെ കാര്യം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഓടിപ്പോയി. അപ്പോൾ കറക്റ്റ് എനിക്ക് ഒരു ബെഡും ഉണ്ട് കയ്യിൽ. കണ്ടോ, ഇപ്പോഴാണ് ഞാൻ റിച്ചായത് ഗൈസ്. അൾട്ടിമേറ്റ് റിച്ചാണ്. റിച്ച് ഇൻ ദ മൈൻക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവരും പറയും ഞാനാന്ന് പറയും. അല്ല പിന്നെ. എന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പക്ഷേ ഒരു ലോഗ് പോലും ഇല്ല. അതാണ് എൻ്റെ റിച്ച്. ഇതാണ് ഗൈസ് പാവപ്പെട്ട റിച്ച്. അപ്പം നമ്മൾ നല്ല പാവപ്പെടാത്ത റിച്ചാവണമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിലേ നമ്മൾ റിച്ചാകത്തുള്ളൂ ഗൈസ്. സോ എല്ലാവരും നമ്മളെ റിച്ചിനെ ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇവിടെ നമ്മുടെ റിവർ സൈഡ് ഫാർം സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഏകദേശം ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ മൊത്തം സെറ്റ് ചെയ്യാം കേട്ടോ. മാറാ പോവേ. ആഹാ, കുളിച്ചു. സീഡെടുത്തിട്ട് വന്നില്ല എൻ്റെ മോനെ. ഏതാ ഇതിൻ്റെ പവർ മോനെ. അയ്യായിക്ക് എനിക്ക് ഇങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്തേക്കാം. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സ്റ്റോർക്കേസായിട്ട് പോവാം. സ്റ്റോർക്കേസായിട്ടുണ്ട്. എവിടെ കച്ചപ്പൂ വരുന്നുണ്ട്. എനിക്ക് ഇല്ല. പിന്നെ നമ്മളടുത്ത് കളിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും മോനെ. ചാർജ് എത്രയുണ്ട് ഗൈസ്? 3 അയ്യോ 13 മിനിറ്റായി ഗൈസ്. എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഷീറ്റ് എടുത്തിട്ട് 20 ഡേർട്ട്, എൻ്റെ ഇത് ഒരു ഗോബിൾ സ്റ്റോണ്. അതുകൊണ്ട് എനിക്കിതാണ് വേണ്ടത്. ഇതെടുത്ത് ഇവിടേക്ക്. പിന്നെ എൻ്റെ സീഡ് 20 എണ്ണം തന്നെ അവിടെ വെക്കാൻ പറ്റത്തില്ല. അത് സീനില്ല. നമുക്ക് MLG ചെയ്യാമെന്ന് വിചാരിച്ചതിന് പക്ഷെ വേണ്ട. എൻ്റെ MLG ഹാംഫുൾ കളിക്കാണ്. അപ്പോൾ മിക്കവാർക്കും അറിയാൻ ഞാൻ പണ്ടിട്ട് ചെയ്ത MLG. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നും നമുക്കിനി ഫാർം ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റെയർകേസിൽ കയറി പോവാം. എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പേടിയില്ല. ഇറങ്ങാനും കയറാനും പേടിയില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഓപ്പിയാണ് ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.